നമസ്കാരം. പഠിച്ച പണി 18 നോക്കിയിട്ടും നടപടിയായില്ല. അപ്പോൾ പിന്നെ ചർച്ചയാകാം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്ക ചർച്ചയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ മാന്യമായിട്ടുള്ളൊരു ചർച്ചയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് ഇറാനും പ്രതികരിച്ചു. നിങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നല്ലത് യുദ്ധമാണ്, യുദ്ധത്തിന് എത്ര വലിയ യുദ്ധമാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. എന്താണ് അമേരിക്കയുടെ മലക്കം മറിച്ചിലിന് കാരണമായത് എന്ന് ചോദിച്ചാൽ അത് ചെക്കന്റെ കരച്ചിൽ തന്നെയാണ്. ഡാഡി രക്ഷിക്കണം, ഡാഡി ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ്, അതുകൊണ്ട് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കരുത് എന്ന് ചെക്കൻ, അതായത് നമ്മുടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഡാഡിയോട് അഭ്യർത്ഥിച്ചു. ഇറാന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ഡാഡി എന്തായാലും തൽക്കാലം തിടുക്കപ്പെട്ട ഒരു തീരുമാനം വേണ്ട എന്ന് തീരുമാനിക്കുകയും തടിയൂരുന്നതിനു വേണ്ടി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒമാൻ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും കൂടി ചർച്ചയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഒരു ചർച്ച നടത്തി. ഇതാണിപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇറാനിൽ രൂപപ്പെട്ട പ്രക്ഷോഭം, പണപ്പെരുപ്പവും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും വിലക്കയറ്റവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം ഇറാൻ അടിച്ചമർത്തിയാൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്നതായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ ഭീഷണി. എന്തായാലും ആ ഭീഷണി വകവെക്കാതെ ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും വേണ്ടി തെരുവിലിറങ്ങിയ ആളുകളെ തിരഞ്ഞു പിടിച്ചു തന്നെ ഇറാൻ കൈകാര്യം ചെയ്തു. അവർ സാത്താന്റെ സന്തതികളാണ്, രാജ്യദ്രോഹമാണ് അവർ ചെയ്യുന്നത്. രാജ്യദ്രോഹികളെ, ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ രാജ്യദ്രോഹികൾക്ക് ഇവിടെ വധശിക്ഷ തന്നെ കൊടുക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. തോക്കെടുത്താൽ ഞങ്ങൾ ബോംബിടും എന്ന് അമേരിക്ക പറഞ്ഞ് തെരുവിൽ നിന്ന ആളുകൾ അവർക്ക് കൃത്യമായി പണികിട്ടി. ഔദ്യോഗികമായി പുറത്തു വന്ന കണക്ക് 650ഓളം ആളുകൾ, ഈ പ്രക്ഷോഭത്തിനിറങ്ങിയ ആളുകൾ, അവരിപ്പോൾ പരലോകത്തെത്തി എന്നുള്ളതാണ്. ആശുപത്രികളിലെ മോർച്ചറികളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ, ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ നിരവധി മൃതദേഹങ്ങൾ കിടക്കുന്നു. ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തെരുവിലിറങ്ങിയ ആളുകളാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ അമേരിക്ക തുടർച്ചയായി ഈ പ്രക്ഷോഭത്തിനിറങ്ങിയ ആളുകളെ വെച്ച് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇറാനിലെ രാജ്യസ്നേഹികൾ അവർ മറ്റൊരു വഴിക്ക് ചിന്തിച്ചു. ഇന്നലെ ടെഹ്റാനിൽ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരത്തിലിറങ്ങിയത് 6 ലക്ഷത്തോളം വരുന്ന ഇറാനികളാണ്. അതിന്റെ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അമേരിക്കക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന്. അതായത് ഇനിയും അവിടെ സമരത്തിനിറങ്ങിയ ന്യൂനപക്ഷത്തെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് നിന്നാൽ വലിയ നാണക്കേടുണ്ടാവും എന്ന കാര്യം ഉറപ്പായി. ഇറാൻ ഭരണകൂടത്തിന് അവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള യഥാർത്ഥ പൗരന്മാർ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതാണ് അമേരിക്കക്ക് കിട്ടിയ രണ്ടാമത്തെ തിരിച്ചടി. എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും ട്രംപ് വീണിടത്ത് കിടന്ന് ഉരുളുന്ന ചില കാര്യങ്ങളൊക്കെ, ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായി. അതിലൊന്ന്, ഇറാനുമായി ഏതെങ്കിലും രാജ്യങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ ആ രാജ്യങ്ങൾക്കെതിരെ 25% തീരുവ ചുമത്തുമെന്നുള്ള ഒരു ഭീഷണിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അതിൽ അതൃപ്തി അറിയിച്ചു. കാരണം ഈ ഇറാനുമായിട്ട് ബിസിനസ് പങ്കാളിത്തമുള്ള, വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മരുന്നുകളും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒക്കെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയും അതുപോലെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതിയും ഒക്കെ നടത്തുന്നുണ്ട്. അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് നടപടിയാകില്ല എന്ന് ഇന്ത്യ അതൃപ്തി അറിയിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. നേരത്തെ ചൈനയുമായി ഒന്ന് മുട്ടി അതിന്റെ ക്ഷീണം ട്രംപിന് മാറി വരുന്നേയുള്ളൂ. ഇറാനെ സാമ്പത്തികമായി പരമാവധി ശ്വാസം മുട്ടിക്കുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. അതും നടപടിയായില്ല, നടപടിയാകുന്ന ലക്ഷണവുമില്ല. ഇതിനിടയിലാണ് റഷ്യയും അതുപോലെ തന്നെ ചൈനയെയും ഒക്കെ കൂടെ കൂട്ടി ഇറാൻ നാവിക അഭ്യാസത്തിലൊക്കെ ഏർപ്പെടുന്നത്. റഷ്യയുടെ അത്യാധുനികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഈ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിനു വേണ്ടിയൊക്കെ ഇറാനിൽ ഉപയോഗിച്ച ചില വിവരങ്ങൾ കൂടെ പുറത്തു വരികയും ചെയ്തു. ഡാഡിയെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹു തുടർച്ചയായി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ ഗസയുമായിട്ടുള്ള യുദ്ധം ബെഞ്ചമിൻ നെതന്യാഹുവിന് അത് ആരംഭിക്കേണ്ടതുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഹമാസിന്റെയും അതുപോലെ തന്നെ മറ്റ് ഫലസ്തീൻ സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ ഈജിപ്തിലെ കൈറോയിൽ എത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ അത് പരാജയപ്പെടണം, ഗസയെ വീണ്ടും ആക്രമിക്കണം. ഇതിനിടക്ക് അമേരിക്ക ഇറാൻ ഒരു പോട്ടാപോട്ടി ഉണ്ടായാൽ
അതിന്റെ ഭാഗമായി ശക്തമായ അടി ഇസ്രായേലിനാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുക്കരുത് എന്ന് അമേരിക്കയോട് ഇസ്രായേൽ അഭ്യർത്ഥിച്ചു. ഏതായാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ സർവശക്തിയും എടുത്ത് ഒരു വലിയ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇറാൻ നടത്തും. അമേരിക്കൻ താവളങ്ങൾ നിന്ന് കത്തുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത്, നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇസ്രായേലിനാണ് എന്നുള്ള സൂചനയും അവർ നൽകി. എന്തായാലും ഇപ്പോൾ യുദ്ധം വേണ്ട, സമാധാനമാകാം, ചർച്ചയാകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചയാകാമെന്ന് ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ചർച്ച മാന്യമായിട്ടുള്ള ചർച്ചയായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാകണം. അതല്ല ഉദ്ദേശം എന്തെങ്കിലും താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ തിരിച്ചടി ശക്തമായിരിക്കും. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. ഇതാണിപ്പോൾ ഇറാനിലെ അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യം, ഇസ്രായേലിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം.